കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ പലപ്പോഴും അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റു മന്ത്രിസ്ഥാനങ്ങളോ ഒക്കെ രാജിവെക്കുകയാണ് ഇത്തരത്തിൽ അഴിമതി നടത്തുന്നവരുടെ ഒരു പതിവ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പതിവ് അരവിന്ദ് കെജ്രിവാൾ തെറ്റിച്ചു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിരിക്കുന്ന റെക്കോർഡും അത് തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആം ആദ്മി പാർട്ടി 10 വർഷം കൊണ്ട് 2 സംസ്ഥാനങ്ങൾ ഭരിക്കാൻ തക്കതായ രീതിയിൽ വളർന്ന ഒരു പാർട്ടിയാണ്. കാര്യമായ ചലനങ്ങൾ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രതിഷേധിക്കാനും റോഡിലിറങ്ങാനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമുണ്ട്. അതിൽ തന്നെ പ്രത്യേകം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് എന്ത് ഭാവിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ആദ്യം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയല്ല, മറിച്ച് കോൺഗ്രസ് ആണ്. 2022 ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ നൽകിയ പരാതിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടപ്പോൾ ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങിയത് കോൺഗ്രസ് തന്നെയാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഡൽഹിയിൽ വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം തന്നെ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയായിരുന്നു. ഇതേ ഡൽഹിയിൽ കോൺഗ്രസിനെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കിയതും ആം ആദ്മി പാർട്ടി തന്നെയാണ്. പക്ഷേ ആ ആം ആദ്മി പാർട്ടി ഇന്ന് കൈകോർക്കുന്നത് കോൺഗ്രസുമായാണ്. അതിന്റെ കൂറാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്ന് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതേ പേരിൽ തന്നെ 2 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുത്ത വ്യക്തി. പക്ഷേ അദ്ദേഹം 9 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസിനെ അവഗണിച്ചത്. ആ അവഗണനയുടെ ഫലം കൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ 9 തവണയും ആ സമൻസ് തള്ളിക്കളഞ്ഞത്. അധികാരത്തിന്റെ തണലിലിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാളെങ്കിലും അന്വേഷണ സംഘങ്ങളുടെയോ അന്വേഷണ ഏജൻസികളുടെയോ സമൻസോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടുള്ള നോട്ടീസോ കിട്ടുന്ന ആദ്യ മുഖ്യമന്ത്രി അല്ല അരവിന്ദ് കെജ്രിവാൾ. ഒരുപാടൊന്നും ചരിത്രം പുറകിലേക്ക് പോകണ്ട. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന അന്വേഷണങ്ങളിൽ നീണ്ട 10 വർഷം UPA സർക്കാർ കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം 10 മണിക്കൂറാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഇരുന്നു കൊടുത്തത്, ചോദ്യം ചെയ്യപ്പെടാനായി മാത്രം. ഒരു സിറ്റിംഗ് CMന്റെ യാതൊരു പ്രിവിലേജും ഉപയോഗിക്കാതെ നരേന്ദ്രമോദി SITക്ക് മുന്നിൽ ഇരുന്നു കൊടുത്തത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് തൻ്റെ ചെയ്തികളിലുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ്. അതല്ല എങ്കിൽ ഒരു പക്ഷേ 1ാം UPA സർക്കാരും 2ാം UPA സർക്കാരും ഒരുപോലെ വേട്ടയാടാൻ തീരുമാനിച്ച നരേന്ദ്രമോദിക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ആ ധൈര്യമാണ് നരേന്ദ്രമോദിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇന്ററഗേഷൻ മുറിയിലെത്തിച്ചത്. ആ ധൈര്യമില്ലായ്മയാണ് അരവിന്ദ് കെജ്രിവാളിനെ EDയുടെ സമൻസ് 9 തവണ തള്ളാനായിട്ട് പ്രേരിപ്പിച്ചതും. ഇനി ഡൽഹി മദ്യനയ കേസിന്റെ നാൾ വഴികളൊന്ന് നോക്കാം. 2023 ഫെബ്രുവരി അവസാന വാരമാണ് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന എക്സൈസ് വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 2 തവണയാണ് സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന് മുന്നിൽ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ ചെല്ലുന്നത്. പക്ഷേ ഈ 2 തവണയും ജാമ്യം നൽകാൻ പറ്റില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. ഒരു സംസ്ഥാനത്തെ മദ്യനയം തീരുമാനിക്കുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി ഒറ്റയ്ക്കായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ അതെന്തായാലും അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആം ആദ്മി പാർട്ടിക്ക് അവകാശപ്പെടാൻ ഒരു കേഡർ സിസ്റ്റമില്ല, ഒരു സീനിയോറിറ്റി സിസ്റ്റമില്ല. ഏകദേശം എല്ലാവരും സീനിയറാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ എന്ന കൺവീനറുടെ ഏകാധിപത്യമാണ് ആം ആദ്മി പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു നയം രൂപീകരിക്കുന്നതിന് മുന്നേ മനീഷ് സിസോദിയ ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാളിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കളിച്ചിട്ടുള്ള കൈകളെക്കുറിച്ചും അതിന് പിന്നിൽ ചെലവാക്കപ്പെട്ടിട്ടുള്ള കോടികളെക്കുറിച്ചുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അന്വേഷിക്കാൻ പോകുന്നത്. മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളതും ആ പണമെടുത്ത് ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുമുള്ളതാണ് പ്രധാനമായിട്ടും ആം ആദ്മി പാർട്ടിക്കെതിരെ അന്വേഷണ ഏജൻസികൾ
ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. ആ ഒരു ആരോപണത്തിന് കഴമ്പുള്ളത് കൊണ്ട് തന്നെയാണ് മനീഷ് സിസോദിയ കഴിഞ്ഞ ഒരു വർഷമായി അകത്ത് കിടക്കുന്നത്. ഇന്നലെ മുതൽ അരവിന്ദ് കെജ്രിവാൾ കിടക്കുന്നതും ഒരു ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളാനുമുള്ള കാരണം അതുതന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് KCRന്റെ മകളായ കവിത അറസ്റ്റിലാകുന്നത്. പക്ഷേ ഈ കോലാഹലങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. കാരണം KCRന് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഭാവിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2 സംസ്ഥാനങ്ങളുടെ ഭരണവും പാർലമെന്റ് അംഗങ്ങളെയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് ഒരുപാട് പൊളിറ്റിക്കൽ പ്രിവിലേജുകളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ആ പൊളിറ്റിക്കൽ പ്രിവിലേജിന് കിട്ടുന്ന അനാവശ്യ ബഹുമാനമാണ് കേരളത്തിലെ ഇടതുപക്ഷം പോലും അഴിമതിയുടെ പേരിൽ അകത്തുപോയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി അവരുടെ യുവജന സംഘടനയടക്കം തെരുവിലിറക്കിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് KCRന്റെ മകളായ കവിതയ്ക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചതും ഭാരതീയ ജനതാ പാർട്ടിയിലെ ആരുമല്ല, മറിച്ച് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. അതേ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ പറയുന്നത് മോദി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുവെന്നും ജനറൽ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ്. ആ പേരും പറഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനും പോയിട്ടുണ്ട് പ്രതിപക്ഷം. എന്തായാലും 28-ാം തീയതി വീണ്ടും അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു നിയമ സംവിധാനമനുസരിച്ച് ഏത് പാതിരാത്രിയും സുപ്രീം കോടതി വരെ കുത്തിത്തുറന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അത് ഏത് തരത്തിലുള്ള കേസാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ അന്വേഷണ ഏജൻസിയോ എല്ലാ കടമ്പകളും കടന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന വക്കിലെത്തിയാൽ, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ മുൻകൂർ ജാമ്യമായോ അതല്ലെങ്കിൽ പിന്നീടൊരു ജാമ്യമായോ ഈ രാഷ്ട്രീയക്കാരനെ പുറത്തെത്തിക്കാനുള്ള സംവിധാനം ഇന്ന് ഈ നിയമത്തിലുണ്ട്. അതിനുള്ള പഴുതുകളുമുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പരമോന്നത കോടതികൾ ഏത് പാതിരാത്രിയിലും സിറ്റിംഗ് വയ്ക്കും. അത്തരത്തിൽ വെറുതെ കോടതികൾക്ക് മുന്നിൽ പോയി നാണം കെടണ്ട എന്നുള്ള ചില ഏജൻസികളുടെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ അഭിമാനത്തിന്റെ പുറത്തുള്ള തീരുമാനം തന്നെയാണ് പല കേസുകളും പിന്നീട് ഇല്ലാതായി തീരാൻ കാരണമാകുന്നതും. അത്തരത്തിലൊരു ഉദാഹരണം തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴുതടച്ച ഒരു അന്വേഷണത്തിലൂടെ പഴുതടച്ച തെളിവുകളുടെ ബലത്തിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ കോടതി വെറുതെ വിട്ടുകൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന മറ്റൊരു തമാശ എന്ന് പറയുന്നത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെ സംബന്ധിച്ചാണ്. എല്ലാ കാര്യത്തിലും കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിലും കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അവർ ഉന്നം വയ്ക്കുന്നത് മറ്റാരെയുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്രായവും ആരോഗ്യവും പരിഗണിച്ച് ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വെറുതെ വിട്ടു എന്നാണ് അർത്ഥം. ഈ തരത്തിലുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ് ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടതാണെന്ന് പറയാൻ ഈ നാട്ടിൽ ആളുകളുണ്ടായിരിക്കും. അത്തരത്തിലൊരു പറച്ചിലിന് അവസരം കൊടുക്കാതിരിക്കാനായിരിക്കണം ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം അവധിക്ക് വെച്ചിരിക്കുന്നത്.